സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുബശ്ശിർ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ത്വഹ യമാനി, നമ്മുടെ വേദിയിലെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂർ, SKSSFിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ആഷിഖ് കുഴുപ്പുറം, ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഫൈസി, പ്രിയപ്പെട്ട റാഷിദ്, ഷാക്കിർ യമാനി, PT മുഹമ്മദ് തുടങ്ങി നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള SKSSFിൻ്റെ ജില്ലാ സാരഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹധന്യരായ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് സമകാലിക സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SKSSFിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു പ്രതിരോധ സംഗമം ഇവിടെ തീർത്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിന് വളരെ പ്രൗഢമായ, വളരെ പവിത്രമായ ഒരു ഭരണഘടനയുണ്ട്. ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവും നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ, സംവാദങ്ങൾക്കൊടുവിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ ഈ പ്രൗഢമായ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വിവിധ ഭാഷകൾ, വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ജാതികൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വൈജാത്യങ്ങൾ, വ്യത്യസ്തതകൾ, ആ വൈജാത്യങ്ങളെ മുഴുവനും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ ആശയതലത്തിലേക്ക് ഒരുമിപ്പിച്ചു നിർത്താനും, ജനാധിപത്യം എന്ന് പറയുന്ന അടിത്തറയിൽ ഈ രാജ്യത്തെ മുഴുവൻ വിശ്വാസികളെയും, മുഴുവൻ ജനവിഭാഗത്തെയും കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഈ ഭരണഘടന അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സാധൂകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ ആ ഭരണഘടനയോട് അങ്ങേയറ്റം ബഹുമാനവും ആദരവും പുലർത്തുന്ന ആളുകളായിരിക്കണം. നീതിപൂർവം, ന്യായപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നവരായിരിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത് ചരിത്രരേഖയാണ്. മഹാനായ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു വച്ചൊരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് അതേറെ പ്രൗഢമാണ്, അത് ഏറെ മനോഹരമാണ്, പവിത്രമാണ്. എന്നാൽ അതിനെ കൈകാര്യം ചെയ്യപ്പെടുന്ന ആളുകൾ മോശക്കാരാണെങ്കിൽ, അവർ നീതിയുക്തമായി കാര്യങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തച്ചു തകർക്കപ്പെടും. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ നീതിപൂർവം കാര്യങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്ന് മഹാനായ BR അംബേദ്കർ അന്ന് പറഞ്ഞത് ഇന്ന് അർത്ഥവത്തമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ നമ്മുടെ ഭരണഘടന അതിന്റെ സ്ഥാപക ദിനം, അത് ലോകത്തിന് സമർപ്പിക്കപ്പെട്ട ആ ദിവസം, നമ്മളേറെ ഭരണഘടനയുടെ മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം. അന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നമ്മുടെ മനസ്സാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്.
നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഉത്തർപ്രദേശിലെ ഷാഹി മസ്ജിദ്, ആ ഷാഹി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 മുസ്ലിം യുവാക്കൾ കൊല ചെയ്യപ്പെട്ട വാർത്തയാണ് ഭരണഘടനാ ദിവസം നമുക്ക് പത്രങ്ങളിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഏകദേശം ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല. നമ്മുടെ രാജ്യത്ത് നേരത്തെ ബാബരിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ബാബരിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ, നമ്മളേറെ ആദരിക്കുന്ന, പവിത്രമായി മനസ്സിലാക്കുന്ന സുപ്രീം കോടതിയുടെ വിധിയെ പോലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അത് ഉൾക്കൊള്ളുകയും അതിനനുസൃതമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ 1992 ആരാധനാലയ നിയമപ്രകാരം ഇനി മറ്റു ആരാധനാലയങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ ധാരണകളെയും തെറ്റിച്ചുകൊണ്ടാണ് നിരന്തരമായി ആരാധനാലയങ്ങൾക്കെതിരെയുള്ള ഹർജികൾ കോടതിയിലേക്ക് കടന്നു വരുന്നത്. ഈ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ സമാധാന ജീവിതം തച്ചു തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. ഇങ്ങനെ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കി, മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കി, അങ്ങനെ ഇത്തരം രീതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ 1992 ആരാധനാലയ നിയമം അത് കൃത്യമായി സംരക്ഷിക്കുകയും അതിനനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വഖഫ് എന്ന് പറയുന്നത്, അതിന്റെ കൃത്യമായ ഡെഫിനിഷൻ, അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഞാൻ ആ വിഷയത്തേക്കൊന്നും ഈ സമയത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പലരും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ യഥേഷ്ടമാർക്കും ഏതെങ്കിലും ഒരു സ്വത്ത് സൂചിപ്പിച്ചുകൊണ്ട്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വഖഫ് സ്വത്താണ് എന്ന് പറഞ്ഞാൽ അത് വഖഫ് സ്വത്തായി തീരുമെന്നാണ് പലരും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പുറമ്പോക്ക് ഭൂമി കാണിച്ചു, അല്ലെങ്കിൽ നാഥനില്ലാത്ത ഭൂമി കാണിച്ചു, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അത് വഖഫായി തീരുമെന്നാണ് നിരന്തരമായി ചില ആളുകൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ പരിശോധിച്ചാൽ വഖഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനിച്ച്, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ, തന്റെ സമ്പാദ്യം ചിലവഴിച്ച് താൻ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് അത് ദൈവികമായ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. അങ്ങനെ ദൈവികമായ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉടമാവകാശം എന്ന് പറയുന്നത് പടച്ചതമ്പുരാനാണ്. യാതൊരു വിധത്തിലുള്ള കൈമാറ്റങ്ങളും പിന്നെ അനുവദനീയമല്ല. ആ ഭൂമി കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല. ആ ഭൂമി വേറൊരു തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതും അനുവദനീയമല്ല. അങ്ങനെ യാതൊരു വിധത്തിലും കൈമാറ്റം ചെയ്യാൻ അനുവദനീയമല്ലാത്ത ഭൂമിയെ അല്ലെങ്കിൽ സ്വത്തിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്തമാണ് വഖഫ് ബോർഡ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ആ വഖഫ് ബോർഡിന്റെ നിയന്ത്രണങ്ങളും അതിന്റെ അവകാശങ്ങളും അതിന്റെ അധികാരങ്ങളും ഒക്കെ വെട്ടിച്ചുരുക്കി തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വഖഫ് ബോർഡിന് അതിന്റെ അധികാരങ്ങളെ കുറിച്ചും ആ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചും. എന്നാൽ ഈ അധികാരങ്ങൾ മുഴുവനും വെട്ടിച്ചുരുക്കി എന്ന് മാത്രമല്ല, രാജ്യത്തെ വഖഫ് സ്വത്തുകൾ യഥേഷ്ടം സർക്കാരുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നിയമങ്ങളെ മാറ്റിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബയ്യൂസ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഏതെങ്കിലും ഒരു മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന സ്വത്ത് അത് വഖഫ് സ്വത്തായി കണക്കാക്കപ്പെടുകയാണ്.
അങ്ങനെ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമികൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ നമ്മുടെ പൂർവികർ ഏതെങ്കിലും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സ്വത്തുകൾ അത് വഖഫ് സ്വത്തായി പരിഗണിക്കപ്പെട്ടു പോന്നിരിക്കുകയാണ്. എന്നാൽ പുതിയ ഭേദഗതി വന്നാൽ അത്തരമൊരു നിയമങ്ങൾ, അത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, കൃത്യമായ ഡോക്യുമെന്റ് ഉള്ള സ്വത്തുക്കൾ മാത്രമാണ് വഖഫായി കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വഖഫായി പരിഗണിക്കുക എന്നുള്ളതാണ് പുതിയ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരുപാട് സ്വത്തുക്കൾ വഖഫ് സ്വത്താണ് എന്ന അതിന്റെ പരിധിയിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അത് അന്യാധീനപ്പെട്ടു പോകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വഖഫ് ബോർഡ് അംഗങ്ങൾക്കിടയിൽ അന്യമതസ്ഥരായിട്ടുള്ള 2 ആളുകളെ ഉൾപ്പെടുത്താം എന്ന് പറയുന്ന ഒരു ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫ് എന്ന് പറയുന്നത് മതപരമായ ഒരു വിഷയമാണ്. അത് മതപരമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ്. ആ മേഖലയിൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവാചാര പ്രകാരം കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അവിടെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ മാത്രമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയവും അങ്ങനെ തന്നെയാണ്. അത് വിശുദ്ധമായ ദീൻ അനുശാസിക്കുന്ന രീതിയിൽ കൈമാറ്റം അത് അനുശാസിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ്. അവിടെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആളുകൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രയാസം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. അവൻ ആ രീതിയിൽ നിരന്തരമായി വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും വഖഫ് നിയമം ഭേദഗതി ചെയ്തു ഒരു സമൂഹത്തെ നിരന്തരമായി പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ രീതിയിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പലരും ധരിക്കുന്നുണ്ടാകും ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വിഷയമാണ്, ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഷയമാണ്. അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ നഷ്ടമെന്ന് പറയുന്നത്, ആ അപകടമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനാണ്, നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടണം. അതിനനുസൃതമായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. വഖഫ് സ്വത്തുകൾ ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. വഖഫ് സ്വത്തുകൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യപ്പെടാനും പാടില്ല. ഇപ്പൊ മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തെ പോലും വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി ആ വിഷയം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ വഖഫ് ഭീകരതയുണ്ട് എന്നാണ്. എന്താണ് വഖഫ് സ്വത്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ആർക്കും യഥേഷ്ടം ഏതെങ്കിലും സ്വത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വഖഫ് സ്വത്താണ് എന്ന് പറയാൻ കഴിയില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ദൈവികമായ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെയാണ് ഭീകരത എന്ന് പറയുന്നത്. അതിനർത്ഥം രാജ്യത്ത് പ്രകോപനമുണ്ടാക്കി, വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, തെറ്റിദ്ധാരണ ഉണ്ടാക്കി, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ഇവിടെ ദുസ്സഹമാക്കുക എന്നല്ലാതെ മറ്റൊരു അജണ്ടയും അതിന്റെ പിന്നിലില്ല എന്ന് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു കൃത്യമായ നിലപാടുണ്ട്. അവിടെ മതപരമായിട്ടുള്ള നമ്മുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം അവിടെയുള്ള മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അവരും വഴിധാരമാകാൻ പാടില്ല, അവർക്കും യാതൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളുണ്ട്. ആ ഉത്തരവാദിത്വം ഉള്ള ആളുകൾ അത് വിറ്റ്, അത് കാശാക്കി, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ, അവര് നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിവാദങ്ങളുടെയും ഉത്തരവാദികൾ അവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അവിടെയുള്ള സാധാരണ മനുഷ്യരെ കബളിപ്പിച്ചതിന്റെ പേരിൽ, അവിടെ ഒരു വിവാദ മേഖലയാക്കി തീർത്തതിന്റെ പേരിൽ, അതിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇവിടെ ചില സംഘടനകൾക്ക് അവസരമുണ്ടാക്കിയതിന്റെ എല്ലാം ഉത്തരവാദികൾ ഇത് വിറ്റ ആളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വം അവരിലാണ് ചെന്നു ചേരുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയമപരമായി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരൽ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രതിരോധ സംഗമം നമ്മുടെ ജില്ലയിലെ 25 മേഖലകളിൽ സംഘടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, രാജ്യത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കാൻ ചില ആളുകൾ ആസൂത്രിതമായി ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി നമ്മുടെ നാടിന്റെ സ്നേഹവും സൗഹൃദവും ഭരണഘടനാ മൂല്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിരോധ സംഗമത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. 25 മേഖലയിലും ഇതുപോലെയുള്ള പ്രതിരോധ സംഗമങ്ങൾ നടക്കാനിരിക്കുകയാണ്. അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവാക്യത്തിൽ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.